Hello and welcome to CAPS Academy classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന മൊഡ്യൂളിലെ അല്ലെങ്കിൽ എന്ന സബ്ജക്റ്റിലെ 2C, അതായത് എൻവയോൺമെന്റൽ ലോസ് ഇൻ ഇന്ത്യ എന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക. ഇതിൽ പ്രധാനമായിട്ടും 5ഓളം വരുന്ന പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ 1981, the Water Prevention and Control of Pollution 1974, Wildlife Protection Act 1972, Forest Conservation Act 1980. ഈ പ്രധാനപ്പെട്ട 5 നിയമങ്ങളിൽ നിന്ന് മിക്കവാറും ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇത് കേൾക്കുകയും ഇത് പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ആദ്യത്തേതായിട്ട് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതായത് ഇത്തരത്തിലൊരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 1986 എന്ന് പറയുന്നത്. നമുക്ക് നിയമം പാസ്സാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ബേസിക്കലി നമുക്കറിയാം. എന്താണ്, പാർലമെന്റിൽ ഒരു ബില്ല് വരികയും അതിനനുസരിച്ച് ബില്ല് പാസ്സാവുകയും ചെയ്യുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാവുന്നത്, ഒരു ആക്ട് പാസ്സാവുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതില്ല. എന്നാൽ 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓർ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്, അതായത് UNCHE, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്, സ്റ്റോക്ക്ഹോമിൽ 1972 നടന്ന ഡിക്ലറേഷന്റെ പിൻപറ്റിയാണ് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 നിലവിൽ വന്നത്. ഒന്നും കൂടി പറയാം, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന ഒരു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് കൺവെൻഷൻ ആയിരുന്നു യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. ഇതിനെ പിൻപറ്റിയിട്ടാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഇത് നിലവിൽ വരാൻ അല്ലെങ്കിൽ പാസ്സാക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, the act empowers the central government to prevent, control and abate environmental pollution. അതായത് it gives an absolute authority over central government or union government. അതായത് കേന്ദ്ര സർക്കാരുകൾക്ക് എന്താണ് ഇതിന് ബേസ് ചെയ്ത്, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതി മലിനീകരണത്തിനെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും തടയാനും വേണ്ട എന്ത് നടപടികൾ ചെയ്യുവാനുമുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. എന്നാൽ കാലാകാലങ്ങളായിട്ട് 1986 മുതൽ കാലങ്ങൾക്കനുസൃതമായി, ആവശ്യങ്ങൾക്കനുസൃതമായി ഈ നിയമത്തിൽ പല മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിന് നമ്മൾ ഒന്നും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ച് നടന്ന യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനെ പിൻപറ്റിയിട്ട് 1986 ഇന്ത്യൻ പാർലമെന്റ് സെൻട്രൽ ഗവൺമെന്റിനെ പൂർണ്ണമായ അധികാരം നൽകി. എന്തിനു വേണ്ടിയിട്ട്? ടു കൺട്രോൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതായത് പരിസ്ഥിതി മലിനീകരണത്തിനെ നിയന്ത്രിക്കുവാനോ ഇല്ലാതെയാക്കുവാനോ അല്ലെങ്കിൽ തടയുവാനോ വേണ്ട ഏതൊരു പ്രവൃത്തി ചെയ്യുവാനുമുള്ള അധികാരം പാർലമെന്റിന് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് നൽകിക്കൊണ്ട് നിയമം പാസ്സാക്കുകയുണ്ടായി. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒന്ന്, പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ്, അതായത് ജലം, വായു, മണ്ണ് തുടങ്ങിയിട്ടുള്ള എല്ലാ എൻവയോൺമെന്റിനെയും സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടി എന്തിനുണ്ട്? ഈ ഒരു സംവിധാനത്തിനുണ്ട്. രണ്ട്, പ്രിവെൻഷൻ ഓഫ് ഹസാർഡ്സ് ടു ഓൾ ലിവിംഗ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി, അതായത് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സ്വത്തുക്കൾക്കും എന്താണ് ഈ ഒരു തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെ കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇതിനുണ്ടാവുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഉദാഹരണം പറഞ്ഞത്, കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞ എമിഷൻ എന്താണ്? ഒരു വ്യക്തികൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, മറ്റ് ജീവജാലങ്ങൾക്കും പ്രശ്നമുണ്ടാക്കാറുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ആസിഡ് റെയിൻ ഒരു സാധാരണ ജീവജാലങ്ങൾക്ക് മാത്രമല്ല, ഈവൻ ഏകദേശം നമ്മുടെ താജ്മഹൽ പോലുള്ള പ്രോപ്പർട്ടീസിനെ പോലും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് കേവലം ജീവജാലങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല, പൊല്യൂഷൻ, ഏതൊരു തരത്തിലുമുള്ള ഒരു പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്?
ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുന്നത്. മെയിൻ്റനൻസ് ഓഫ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദെയർ എൻവയോൺമെന്റ്. മനുഷ്യരും അവയുടെ ചുറ്റുമുള്ള പരിസരങ്ങളുമായിട്ടുള്ള ഇണങ്ങിയ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. നക്ഷലായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയുടെ മണ്ണ്, ജലം, വായു തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും എല്ലാ കോമ്പണൻസ് ഓഫ് എൻവയോൺമെന്റിന്റെയും പ്രൊട്ടക്ഷനും അവയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. 2, പ്രിവെൻഷൻ ഓഫ് ഹസാർഡ്സ് ടു ഓൾ ലിവിംഗ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടി. ജീവിക്കുന്നതും ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ തരം സംവിധാനങ്ങളെയും സംരക്ഷിക്കുക, അവയൊക്കെ എന്ത് ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്ന് സംരക്ഷിക്കുക. മനുഷ്യരുടെയും അവന്റെ എൻവയോൺമെന്റിന്റെയും ജീവിത ക്രമം ഒന്ന് ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. ദിസ് ഓൾ ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു 4 പ്രധാനപ്പെട്ട ടേമുകൾ പറയുന്നുണ്ട്. 1 എൻവയോൺമെന്റ്, 2 എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ്, 3 എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡസ് സബ്സ്റ്റൻസസ്. ഈ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. എൻവയോൺമെന്റ് നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ പഠിച്ചിരുന്നു. നമുക്കറിയാം എയർ, വാട്ടർ, ലാൻഡ്, അവയുടെ പരസ്പരമായിട്ടുള്ള ബന്ധങ്ങൾ, അവയുടെ പ്രോപ്പർട്ടി, ഇവയെല്ലാം തന്നെയാണ് ഒരു എൻവയോൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചുറ്റുപാടുള്ള നമുക്ക് ജൈവികവും അജൈവികവുമായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും, വെള്ളം, മണ്ണ്, മരങ്ങൾ, ചെടികൾ, പക്ഷികൾ, മറ്റ് ജീവജാലങ്ങൾ, നമ്മൾ, ഇവയുടെ എല്ലാം ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകുക എന്ന ഉദ്ദേശമാണ്, അത്തരത്തിലാണ് ഈ എൻവയോൺമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും സോളിഡോ ലിക്വിഡോ ഗ്യാഷ്യസോ സബ്സ്റ്റൻസസ് ആണെങ്കിൽ, അതായത് എൻവയോൺമെന്റിന്റെ, അതായത് നമ്മളുടെ പ്രകൃതിയുടെ എൻവയോൺമെന്റിന്റെ ഒരു നിലനിൽപ്പിനെ ഒപ്പോസ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാഷ്യസ് അല്ലെങ്കിൽ ലിക്വിഡ്, അതും അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എന്തും എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂട്ടന്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം വാഹനങ്ങളുടെ പുക, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഗ്യാസുകളും, ഇനി ഏതെങ്കിലും എന്താണ് നമ്മുടെ ഓയിൽസ് അല്ലെങ്കിൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന കെറോസിൻസ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റുകൾ, ഇവയെല്ലാം തന്നെ എന്താണ് നമ്മുടെ എൻവയോൺമെന്റ് പൊല്യൂട്ടന്റുകൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വേസ്റ്റിനെ കുറിച്ചിട്ടും ഗ്യാഷ്യസ് പൊല്യൂട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തതുള്ള 3ാമത്തെ ടേമാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള, അതായത് ഗ്യാഷ്യസ് ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ സോളിഡ് ആയിട്ടുള്ള പൊല്യൂട്ടന്റുകളുടെ പ്രസൻസ് തന്നെ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആണ്. 4ാമത്തേതാണ് ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്ന് പറയും. ഇറ്റ് മീൻസ് എനി സബ്സ്റ്റൻസ് വിച്ച് ഇസ് ലയബിൾ ടു കോസ് ഹാം ടു ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ സ്വത്തുക്കൾക്കോ എൻവയോൺമെന്റിനോ പ്രകൃതിക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവും എന്താണ് ഹസാർഡസ് സബ്സ്റ്റൻസസ് ആണ്. ഉദാഹരണം ലെഡ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പൊല്യൂട്ടൻസ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയിട്ടുള്ളവ, അല്ലെങ്കിൽ ഏതെങ്കിലും CFC, ഈവൻ വാട്ടർ വേപ്പർ, അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് അല്ലെ, ഗ്രീൻ ഹൗസിലെ അല്ലെങ്കിൽ ഇഫക്റ്റിനെ സഹായിക്കുന്ന ഒന്നാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ എന്താണ്, ഇസ് ഓൾ എന്താണ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. ഇതാണ് പ്രധാനപ്പെട്ട ടേംസ് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, 4 പോയിന്റുകൾ എന്ന് പറയുന്നത്. അടുത്തതായിരുന്നു ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. The law relating to air pollution is contained in the Air Prevention and Control of Pollution Act 1981. പ്രധാനമായിട്ടും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് എയർ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണത്തിനെ തടയുക എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വായു മലിനീകരണപ്പെടുന്നത്? അതിന് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് വെഹിക്കിൾസ് എന്ന് പറയാം. അത് 2ാമത്തെ വേണമെങ്കിൽ പറയാം ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം അഗ്രികൾച്ചറും ഒരു പ്രധാനപ്പെട്ട വായു മലിനീകരണം നടത്തുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം, അതായത് നമ്മൾ നോക്കിയാൽ നമ്മുടെ രാസവളങ്ങളുടെ ഉപയോഗം. അതുമാത്രമല്ല, നമ്മൾ നോക്കുവാണെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഒരു ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ പഞ്ചാബിലൊക്കെ കാണുന്ന സ്റ്റബിൾ ബേണിംഗ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ഇതൊക്കെയും തന്നെ എന്താണ് ഒരു എയർ പൊല്യൂഷൻ തന്നെയാണ്.
With the increasing industrialization, the problem of air pollution has attracted the attention of government as well as people in the country. The problem is more acute in the heavily populated areas. The presence of various pollutant discharged through industrial emission from certain human activities in air beyond their certain limits. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് എന്താണ് സാധിക്കുക, എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യും? നമ്മുടെ ഹരിത കർമ്മസേന ഒരു എക്സാമ്പിൾ ആണ് എങ്ങനെ ഇവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹരിത കർമ്മസേനകൾ എന്ന് പറയുന്നത്. ഇവ ദേ കളക്ട് പ്ലാസ്റ്റിക്സ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഹൗസ് ഹോൾഡ്. അവരെന്ത് ചെയ്യും? ഹൗസ് ഹോൾഡിൽ നിന്ന് പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും കളക്ട് ചെയ്യുകയും അവ അവർ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ് ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സാധാരണ വീടുകളിൽ കടന്നു കഴിഞ്ഞാൽ ദേ ഹാവ് എ ടെൻഡൻസി ടു ബേൺ ദിസ്. ഈ വേസ്റ്റുകൾ കത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഈ വേസ്റ്റുകൾ കത്തിക്കുമ്പോൾ ഇറ്റ് റിലീസസ് certain gases, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇനി മറ്റേതെങ്കിലും പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5, 10 തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് വേണമെങ്കിൽ പുറത്ത് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഹരിത കർമ്മസേന എന്ത് ചെയ്യുന്നത്. ദേ കളക്ട് all these waste materials, plastic waste and other waste materials from household and properly dispose it. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ നമ്മുടെ എന്താണ് ക്യാപിറ്റൽ ടെറിട്ടറി, അതായത് നമ്മുടെ ഡൽഹി ഗവൺമെന്റ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ്, ഓഡ് ഈവൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയാം. അതായത് ഒരു ഈവൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, അതായത് ഓഡ് നമ്പറിൽ അവസാനിക്കുന്ന വാഹനങ്ങളും ഈവൻ നമ്പറിൽ അവസാനിക്കുന്ന വാഹനങ്ങളും ഓരോ പ്രത്യേക ദിവസങ്ങൾ നൽകുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ചെയ്യുന്ന ചില നടപടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ പറയാം BS4 സ്റ്റാറ്റസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ലീവ് ഫോർവേഡ് ചെയ്തു, BS6 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എമിഷൻ കൺട്രോൾ വളരെയധികം കൺട്രോൾഡായി. ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും എവിടെ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1981 ശേഷം കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കുറച്ചധികം പോയിന്റുകളാണ്. ഒന്ന്, എയർ പൊല്യൂട്ടന്റുകൾ എന്ന് പറയുന്നത്, എയർ പൊല്യൂഷൻ, ചിമ്നി, കൺട്രോൾ എക്യുപ്മെന്റ്, എമിഷൻ, ഇൻഡസ്ട്രിയൽ പ്ലാൻ, ഒക്യുപ്പയർ. ഇപ്പൊ എയർ പൊല്യൂട്ടന്റ് സെക്ഷൻ 2A, it means any solid, liquid or gaseous substance present in the atmosphere in such a concentration as may be tend or to be injurious to human beings, other living creatures or plant or property of environment. ഏതെങ്കിലും തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ളതോ ലിക്വിഡ് ആയിട്ടുള്ളതോ ഗ്യാഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അറ്റ്മോസ്ഫിയറിന്റെ ക്വാളിറ്റി, എയർ ക്വാളിറ്റിയെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്താണ്, എയർ പൊല്യൂട്ടന്റ് ആണ്. അതായത് നിങ്ങൾ നോക്കിയാൽ പറ്റും, നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊക്കെ സംസ്ഥാനത്താണ്, ഏതൊക്കെ സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല ഒരു എയർ കിട്ടുന്നത്, എവിടെ നിന്നാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ സെക്ഷൻ 2B, it means the presence in the atmosphere of any air pollutant. അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും തരത്തിലുള്ള എയർ പൊല്യൂട്ടന്റിന്റെ പ്രസൻസ് എന്ന് പറയുന്നതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. 3 ചിമ്മിനി സെക്ഷൻ 2H includes any structure with an opening or outlet from through which any air pollutions may be emitted. നമ്മളുടെ എന്താണ് എയർ പൊല്യൂഷൻസിന് കാരണമാകാവുന്ന ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രക്ചർ, ചിലപ്പോൾ അത് പുകയായിരിക്കും പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷവാതകങ്ങളായിരിക്കും പുറത്തേക്ക് വിടുക. അത്തരത്തിലുള്ള ഏതൊരു ഡക്റ്റിനെയും അത്തരത്തിലുള്ള ഏതൊരു സ്ട്രക്ചറിനെയുമാണ് ചിമ്മിനി എന്ന് പറയാം. കൺട്രോൾ എക്യുപ്മെന്റ്സ്, ഇറ്റ് മീൻസ് എനി അപ്പാരറ്റസ്, device, equipment or system to control the quality and manner of emission of any pollutant. It also includes any device used for securing the efficient operations of an industrial plant. For example, electrostatic precipitators അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും നമുക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ ചുറ്റോടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിൽറ്റേഴ്സിന്റെ ഉപയോഗം ഉണ്ടാകാം. ഏതായാലും പൊല്യൂഷൻസ്, നമ്മൾ ഡൽഹി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു എയർ ഫിൽറ്ററിംഗ് ടവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള കൺട്രോൾ എക്യുപ്മെന്റ്സ്. എമിഷൻ 2J, ഇറ്റ് മീൻസ് എനി സോളിഡ് ഓർ ലിക്വിഡ് gaseous substance coming out from any chimney, duct or any other outlet. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന
പൊല്യൂഷന് കാരണമാകാവുന്ന ഏതൊരു സംവിധാനവും എമിഷൻ ആയിട്ട് പറയാറുണ്ട്. ഇൻഡസ്ട്രിയൽ പ്ലാൻ, ഇറ്റ് മീൻസ് എനി പ്ലാൻ യൂസ് ഫോർ എനി ഇൻഡസ്ട്രിയൽ ഓർ ട്രേഡ് പർപ്പസ് ആൻഡ് എമിറ്റിംഗ് എനി എയർ പൊല്യൂട്ടൻ കെയിം ഇൻ ടു അറ്റ്മോസ്ഫിയർ. ഒക്യുപ്പയർ എന്ന് പറയുന്നത് it is occupier in relation to any factory or premises, means a person who is controlling the entire outlet or premises. അതായത് ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, ഒരു കമ്പനി ആണെങ്കിൽ, ഒരു ഫാക്ടറി ആണെങ്കിൽ അതിന് ചുറ്റുമുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ആളെയാണ് നമ്മൾ ഈ എയർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 പ്രകാരം ഒക്യുപ്പയർ എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. In order to prevent air pollution, the following powers are exercised by the state government. The state government may declare in the prescribed manner any area or areas within the state as air pollution control area or areas for the purpose of this act. അതായത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു റീജിയൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ, ആ സംസ്ഥാനത്തിനകത്തുള്ള ആ ജൂറിസ്ഡിക്ഷനകത്തുള്ള ഒരു സോണിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയോ അല്ലെങ്കിൽ ഏരിയകളെയോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ഓൾട്ടർ എനി എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയ വെദർ ബൈ വേ ഓഫ് എക്സ്റ്റൻഷൻ ഓർ റിഡക്ഷൻ. അതായത് ഇത്തരത്തിൽ ഉള്ള ഒരു സ്റ്റേറ്റിന് അവരുടെ ഒരു സ്പേസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏരിയ എടുക്കുമ്പോൾ അതിന്റെ അളവ് കൂട്ടുവാനോ കുറയ്ക്കുവാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. If the state government is of the opinion that the use of any fuel other than the approved one in any control area may cause or likely to cause pollution, it may prohibit the use of such fuel in the area. ഏതെങ്കിലും തരത്തിൽ ഒരു പൊല്യൂഷൻ കൂടുന്ന ഏതെങ്കിലും ഒരു ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണം നമുക്ക് ഫ്യൂവൽ വുഡ് അല്ലെങ്കിൽ ഫയർ വുഡുകൾ ഉപയോഗിക്കാം. നോക്കാം, ഫയർ വുഡുകൾ എന്താണ് കൂടുതൽ ആയിട്ടുള്ള ഒരു എന്താണ് പൊല്യൂഷൻസ് കൊണ്ടുവരുന്നു. അത് പൊല്യൂഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള കൊണ്ടുവരാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അതായത് ഓക്കെ, അപ്പം അത് എന്താണ്? അത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുവാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്കുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂവൽസിന് ഉപയോഗിക്കാതിരിക്കാനുമുള്ള ഒരു ഫണ്ടമെന്റൽ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓഡ് ഈവൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡ് ഈവൻ മെത്തേഡ്, അതായത് നമ്മുടെ സെൻട്രൽ ക്യാപിറ്റൽ ടെറിട്ടറി റീജിയൻ, അതായത് ക്യാപിറ്റൽ ടെറിട്ടറി റീജിയൻ റീജിയനില് ക്യാപിറ്റൽ ടെറിട്ടറി റീജിയനിൽ എന്ത് കൊണ്ടുവന്ന ഓഡ് ഈവൻ മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ CNG അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ്, CNGയുടെ ഉപയോഗം അല്ലെങ്കിൽ EVസിന്റെ ഉപയോഗം തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യാം? ഇത്തരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇത്തരത്തിൽ ഫയർവുഡിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാം ആയിരുന്നു ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. അതായത് BPL ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടുവന്നു? അല്ലെങ്കിൽ BPL ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് LPG കണക്ഷൻ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഉജ്ജ്വല യോജന, ഉജ്ജ്വല പ്ലസ് യോജന തുടങ്ങിയിട്ടുള്ളവയൊക്കെ എന്താണ്? ഇത്തരത്തിലുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. The state government may direct that no appliance other than approved one shall be used in the premises situated in air pollution control area with effect from specified date therein. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ അവയുടെ ഉപയോഗം നിരോധിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. The state government is of the opinion that burning of any material in any control area may cause or likely to cause air pollution. It may prohibit the burning of material in such area. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എയർ പൊല്യൂഷന് കാരണമാകാവുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയുടെ കത്തിക്കലും അല്ലെങ്കിൽ അവയെ നശീകരിക്കുന്നതിനെയും പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ് കൊണ്ടുവരികയും അതിനെ നിരോധിക്കുവാനും അല്ലെങ്കിൽ അവയുടെ ബേണിംഗ് നിരോധിക്കുവാനുമുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. The state government may give necessary instructions to the authority for ensuring standards of emission from automobiles. BS6 അതിനൊരു എക്സാമ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു ലീപ് ഫോർവേഡ് ആയിരുന്നു BS4 നിന്ന് BS6ലേക്ക്. The state government decides to vary some condition of industrial plans on account of technological improvement or otherwise, it shall vary on also any such conditions. Any person employed by state government in behalf shall have right to enter any place. So that ഇതിനിവിടെ ഒരു ആളെ നിയമിക്കുവാനും
ആ ആൾക്ക് ആ ഒരു സ്ഥലങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തുവാനുമുള്ള അധികാരം നൽകാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് കൺട്രോളിന്റെ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ കൺട്രോൾസിന്റെ പ്രധാനപ്പെട്ട മെത്തഡോളജികൾ എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ ഈസ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് 1974. The problem of pollution of rivers and streams has assumed considerable importance on account of the growth of industries and increasing tendency of urbanization. നമ്മളുടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളൊന്നാണ് റൂറൽ അർബൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മളുടെ നാട്ടിൻ പുറത്തു നിന്ന് കഴിഞ്ഞ കുറെ 25 വർഷങ്ങളായിട്ട് നോക്കുവാണെങ്കിൽ പല ആളുകളും എന്ത് ചെയ്തു, ഈ റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇൻ സെർച്ച് ഓഫ് ജോബ്. ഈ ജോബിന് വേണ്ടി സെർച്ച് ചെയ്ത് പോയ സമയത്ത് ഇവിടെ അല്ലെങ്കിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ ആർ കോംപ്രമൈസിങ് ഓൺ ദെയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ചിലപ്പോൾ എന്താവും, വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ദാറ്റ് ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് അർബനൈസേഷൻ. ഈ അർബനൈസേഷന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് വരാറുണ്ട്? വാട്ടർ പൊല്യൂഷൻ വരാറുണ്ട്. കാരണം ഈസി ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് പല വാട്ടർ ബോഡീസിനെയും നമ്മൾ കാണാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഒരു സാഹചര്യം എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ പറയാം, പല നദികളുടെയും തീരത്തുള്ള പല ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളും പലപ്പോഴും തള്ളുന്നത് ഈ വാട്ടർ ബോഡീസിലേക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റിവേഴ്സ് ഓസ്മോസിസ് പ്രകാരം ട്രീറ്റ് ചെയ്ത് വെള്ളം ഉപയോഗയോഗ്യമാക്കി വെള്ളം പുറന്തള്ളുമ്പോൾ ഇറ്റ് മേ അട്രാക്ട് ലോട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും, പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ടാണ് ആൾക്കാർ ചെയ്യാറ്. ഇപ്പൊ ഡിസ്ചാർജ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ഇൻ ടു വാട്ടർ കൂൾസ് വുഡ് റെൻഡർ water unsuitable for drinking, for supporting fish life and of its use in irrigation. For example, നമ്മൾ നോക്കിയാൽ പലപ്പോഴും ഇങ്ങനെ വെള്ളം പുറത്തു തള്ളുമ്പോഴത്തേക്ക് ഇവയിൽ പല കണ്ടാമിനൻസും ഉള്ളതുകൊണ്ട് ഓക്സിഡേഷൻ എന്നൊരു പ്രോസസ് നടക്കാതിരിക്കുകയും വാട്ടർ ലൈഫിനെ അല്ലെങ്കിൽ അക്വാട്ടിക് ലൈഫിനെ ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇവയെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട രണ്ടു ഇമ്പോർട്ടന്റ് ടേംസ് ആണ്. ഒന്ന് ഒക്യുപ്പയർ, രണ്ട് വാട്ടർ പൊല്യൂഷൻ, സീവേജ് എഫ്ലുവന്റ്, സ്ട്രീം, ട്രേഡ് എഫ്ലുവന്റ് തുടങ്ങിയിട്ടുള്ള 5ഓളം വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ചു മുമ്പ് നമ്മളുടെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 നമ്മൾ സെക്ഷൻ 2 ക്ലോസ് എമ്മിനകത്ത്, അതായത് എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 സെക്ഷൻ 2 ക്ലോസ് എമ്മിൽ നമ്മൾ പറഞ്ഞ ഒക്യുപ്പയറിന്റെ അതേ ഡിറ്റോ തന്നെയാണ് ഇവിടെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 ഒക്യുപ്പയർ എന്ന് പറയുന്നത്. ഒക്യുപ്പയർ ഇൻ റിലേഷൻ ടു എനി ഫാക്ടറി ഓർ പ്രിമൈസസ് മീൻസ് ദാറ്റ് പേഴ്സൺ ഹു ഹാസ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ ഫാക്ടറി ഓർ പ്രിമൈസസ്. ആ പ്രദേശത്തിന്റെയോ ആ ഒരു കമ്പനിയുടെയോ ഫാക്ടറിയുടെയോ ഒരു കൺട്രോളിലുള്ള അധികാരത്തിലുള്ള ഒരാളെയാണ് നമ്മൾ എന്തുപറയുക, ഒക്യുപ്പയർ എന്ന് വിളിക്കുക. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് വി ക്യാൻ മൂവ് ടുവേർഡ്സ് വാട്ടർ പൊല്യൂഷൻ. സെക്ഷൻ 2E. പൊല്യൂഷൻ മീൻസ് ഓഫ് എനി ഓഫ് ദ ഫോളോവിംഗ്: കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ, alteration of physical, chemical or biological properties of water, discharge of any sewage, trade effluent or any other liquid, gaseous, solid substance into water, render water harmful or injurious to public health or safety, or to domestic, commercial, industrial, agriculture or legitimate use, or to the life and health of animal or plants of aquatic organism. അതായത് ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ വെള്ളത്തിന്റെ ബേസിക് ഘടന തന്നെ മാറ്റിക്കളയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിന്റെ മാറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷൻ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ അത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അക്വാട്ടിക് ലൈഫിന്റെ, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ, ഈവൻ നമ്മൾ മറ്റുള്ള ഓർഗാനിസംസിനെ വരെ, അവരുടെ ജീവനെ വരെ അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ എന്താണ്, വാട്ടർ പൊല്യൂഷൻ ആണ്. 3, സീവേജ് എഫ്ലുവൻസ്. സെക്ഷൻ 2 ഓഫ് G. ഇറ്റ് മീൻസ് എഫ്ലുവൻസ് ഫ്രം എനി സീവേജ് ഡിസ്പോസൽ വർക്ക്സ് ആൻഡ് ഇൻക്ലൂഡ്സ് സലീജ് ഫ്രം ഓപ്പൺ ഡ്രെയിൻസ്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സീവേജ് ഡിസ്പോസൽ, ഇവയെല്ലാം തന്നെ എന്താണ്, സീവേജ് എഫ്ലുവന്റ് തന്നെയാണ്. ഏതെങ്കിലും എന്താണ് ഉപയോഗയോഗ്യമല്ലാത്ത എന്താണ് ഹ്യൂമൻ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പലപ്പോഴും ഉണ്ടാവുന്ന ഇറച്ചിക്കടകളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള ഇവയെല്ലാം തന്നെ എന്താണ്, പൊല്യൂട്ടന്റ് ആണ്. 4, സ്ട്രീം. സെക്ഷൻ 2 ഓഫ് J. ഇറ്റ് ഇൻക്ലൂഡ്സ് റിവർ, വാട്ടർ കോഴ്സ്,
subterranean water, sea or tidal water or extent, and case may be to each point the state government may specify. അതായത് ഓരോ സംസ്ഥാന ഗവൺമെന്റുകൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് എന്ത് ചെയ്യാറുണ്ട്, സ്ട്രീംസിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ജനറലി നദികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഴുകുന്ന വാട്ടർ ചാനൽസിനെ എല്ലാം തന്നെ എന്താണ് സ്ട്രീംസ് എന്നാണ് വിളിക്കാറ്. ട്രേഡ് എഫ്ലുവൻസ് സെക്ഷൻ 2 ഓഫ് കെയിം. It includes any liquid, gaseous or solid substance which is discharged from any premises used for carrying on any trade or industry other than domestic sewage. അതായത് വീടുകളിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റുകൾ അല്ലാതെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ ഉൾപ്പെടുന്നതിനാണ് എന്ത് വിളിക്കുക, ട്രേഡ് എഫ്ലുവന്റ് എന്ന് വിളിക്കുക. ഇതാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ ആക്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ടേംസ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 ഏജൻസീസിനെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സെൻട്രൽ ബോർഡ് ഓഫ് പൊല്യൂഷൻ കൺട്രോൾ അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നും വിളിക്കുന്ന 2 സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതായത് ഒന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെക്ഷൻ 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് the cleanliness of streams and wells in different areas of country, the government of India constituted Central Pollution Control Board. അതായത് ഇവിടെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും എന്ന് തുടങ്ങി 2 സംവിധാനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് the Central Board of Pollution Control to promote cleanliness of streams and wells. അതായത് നദികളിലെയും അല്ലെങ്കിൽ വാട്ടർ ബോഡീസിന്റെ ക്ലെൻലിനെസ് ആണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രൊമോട്ട് ചെയ്യാം. ടു അഡ്വൈസ് സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി മാറ്റർ കൺസേണിംഗ് ദ പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. ജലമലിനീകരണത്തിനെതിരെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അഡ്വൈസുകൾ സെൻട്രൽ ഗവൺമെന്റിന് ആവശ്യമാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കുക എന്നതാണ് CPCBയുടെ അല്ലെങ്കിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ ആക്ടിവിറ്റി സ്റ്റേറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്തുക. To provide technical assistance and guidance to state boards, to plan and organize the training of persons in programs of prevention and control of water pollution, to collect, compile and publish technical and statistical data. അതായത് ബേസിക്കലി സംസ്ഥാന ഗവൺമെന്റുകൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് ചേർന്ന് മലിനീകരണം നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവയെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് സ്റ്റേറ്റ് ബോർഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ. എന്തിനു വേണ്ടിയിട്ട്? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്ട്രീംസിലെയും വെല്ലിനെയും അല്ലെങ്കിൽ നദീ തടങ്ങളിലെ എന്താണ് ക്ലെൻലിനെസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്താണ് അഡ്വൈസറി ബോർഡായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? സെൻട്രൽ ഗവൺമെന്റിന്റെ അഡ്വൈസറി ബോർഡായിട്ട് വർക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമ ഉപദേശങ്ങളും ടെക്നിക്കൽ ഉപദേശങ്ങളും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യുകയും അത് കൃത്യമായി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുക. എവിടെ? ഇന്ത്യ മുഴുവനുമുള്ള എങ്ങനെ കൺട്രോൾ ചെയ്യണം? ഈ സ്റ്റേറ്റ് ബോർഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വേണം അവ പ്രവർത്തിക്കുവാൻ. ഇനി അടുത്തതാണ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെക്ഷൻ 4. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്ലാൻ കോംപ്രിഹെൻസീവ് പ്രോഗ്രാം ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ സ്ട്രീംസ് ആൻഡ് വെൽസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിലെ ഉള്ളിലുള്ള ഏത് തരത്തിലുള്ള വാട്ടർ ബോഡീസിന്റെയും സംരക്ഷണമാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇവിടെ നമ്മൾ പറയുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ ഉപദേശക കമ്മിറ്റി ആയിട്ട് വരികയും ഇവിടെ ജനങ്ങളെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക ഇവിടെ ഇന്ത്യ മുഴുവനും എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നു. അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ബോർഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പൊല്യൂഷൻ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് വാട്ടർ ബോഡീസിനെ എന്ത് ചെയ്യാം, അതുപോലെ വേൾഡ്സ് പോലുള്ള സ്ട്രീംസിനെയും ഒക്കെ എന്താണ് മാലിന്യമുക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ അഡ്വൈസറി ബോർഡായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ എന്താണ് ഡേറ്റ അനാലിസിസ് കൊണ്ടുവന്നിട്ട് അതായത് സ്റ്റേറ്റ് ബോർഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഡേറ്റ പബ്ലിഷ് ചെയ്യണം, ആവശ്യമായ ട്രെയിനിങ് നൽകണം. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മാൻഡേറ്റിൽ ഇന്ത്യ എന്ന ഒരു വലിയ ഒരു സംവിധാനത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താണ് ചെയ്യുന്നത്?
ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുക. അതായത് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരേ തലത്തിൽ തന്നെ ആണെങ്കിൽ പോലും ഇവ മറ്റൊരു സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻസിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സംസ്ഥാന ഗവൺമെന്റിലേക്ക് എത്തുമ്പോൾ കേന്ദ്രം എന്ന ഒരു വലിയ അൺലിമിറ്റഡ് ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനേക്കാൾ അതേ ജോലി തന്നെ സംസ്ഥാനത്തിന്റെ ജൂറിസ്ഡിക്ഷനകത്ത് നിന്ന് ചെയ്യുന്നു എന്നൊരു വ്യത്യാസം മാത്രമാണ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടു അഡ്വൈസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ എനി മാറ്റർ കൺസേൺ ഇൻ ദ പ്രിവെൻഷൻ ഓർ കൺട്രോൾ ഓഫ് ദെയർ ഓഫ്, ടു ഓർഗനൈസ് ട്രെയിനിങ്, ടു പെർഫോം സച്ച് അതർ ഫംഗ്ഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഫ്രം ടൈം ടു ടൈം. കാലാകാലങ്ങൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. A board may constitute as many committees consisting wholly of members or wholly of other person or partly members or partly of other person for such purpose as it may think fit. എപ്പോഴൊക്കെ ഇതിന് ആവശ്യമാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റി ആവശ്യമാണെന്ന് തോന്നിയാൽ ആ ബോർഡിന് കമ്മിറ്റി കൊണ്ടുവരികയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒരു ബേസിക്കലി ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അവരെന്താണ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിക്കോട്ടെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിക്കോട്ടെ, ദേ ഹാവ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ക്രിയേറ്റിംഗ് കമ്മിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടും എപ്പോഴൊക്കെയാണ് ആവശ്യമുള്ളത് ആ ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ അവരെ സഹായിക്കുന്നു. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ബിഹൈൻഡ് ദ കമ്മിറ്റി. ദ നെക്സ്റ്റ് വൺ ഈസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. The Wildlife Protection Act 1972, adopted by all states except Jammu and Kashmir state, governs the wildlife conservation and protection of endangered species both inside and outside the forest area. Under this act, trade in rare and endangered species has been banned. ഇതിന് ബേസിക്കലി നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഇൻസിറ്റു കൺസർവേഷനെ കുറിച്ചിട്ടും എക്സിറ്റു കൺസർവേഷനെ കുറിച്ചും ഒന്ന് ഓർമ്മയിലുണ്ടാവണം. അപ്പം എന്താണ് ഇൻസിറ്റു എന്ന് പറയുന്നത്, അവരുടേതായിട്ടുള്ള ഒരു ഹാബിറ്റാറ്റിൽ തന്നെ അവയെ സംരക്ഷിക്കുകയും എന്നാൽ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ സൂവിലൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മറ്റു ചില സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നാഷണൽ പാർക്കുകൾ, അതുപോലെ തന്നെ എന്താണ് സൂകൾ, അതുപോലെ തന്നെ എന്താണ് ബഫർ സോണുകൾ, അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ടൈഗർ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് എലിഫന്റ്, പ്രൊജക്ട് റൈനോ തുടങ്ങിയിട്ടുള്ള പല പ്രൊജക്ടുകളും ഇറ്റ് കെയിം അണ്ടർ ദ മാൻഡേറ്റ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ചെന്നാണ്. ഒന്ന് സൂ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതുപോലെ നമ്മളുടെ നോക്കുവാണെങ്കിൽ എന്താണ് നാഷണൽ പാർക്കുകൾ, അതുപോലെ തന്നെ നമ്മളുടെ പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫന്റ്, പ്രൊജക്ട് റൈനോ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന്റെ 1972 കീഴിൽ തന്നെയായിരുന്നു. ഇവിടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ടു മെയിൻറ്റെയിൻ എസെൻഷ്യൽ ഇക്കോളജിക്കൽ പ്രോസസ് ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ്, ടു പ്രിസർവ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻഷുർ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്. 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഇക്കോളജിക്കൽ പ്രോസസ്, ആവശ്യമായിട്ടുള്ള ഇക്കോളജിക്കൽ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരിക. 2, പ്രിസർവ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക. അതുപോലെ എന്താണ് വൈൽഡ് ലൈഫിന്റെ അവയെ സംരക്ഷിക്കുകയും കൺസർവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ്, നമ്മൾ നോക്കിയാൽ ഈ സപ്പോർട്ടിംഗ് സിസ്റ്റംസ്, നിങ്ങൾ എന്താണ് വനങ്ങളിൽ വാട്ടർ ബോഡീസിനെ സംരക്ഷിക്കുക, ആവശ്യത്തിന് വെള്ളം കരുതി വയ്ക്കുക, ആവശ്യത്തിനായിട്ടുള്ള പ്ലാന്റുകൾ റീപ്ലാന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ആവശ്യമായിട്ടുള്ള പ്രൈസിനെ, അതായത് എന്താണ് ഈ മൃഗങ്ങൾക്ക്, അതായത് കടുവ പോലുള്ള ഹിംസ്രജീവികൾക്ക് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആയിട്ടുള്ള മുയൽ പോലുള്ള ചെറുജീവികളെ വനത്തിൽ വളർത്തുക തുടങ്ങിയൊക്കെയും തന്നെ എന്താണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻസിന്റെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇതിനെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് നാഷണൽ അല്ലെങ്കിൽ UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് EP പോലുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നത് കൊണ്ട് എന്താണ്, നമ്മൾ കുറച്ചു മുമ്പ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നേരത്തെ പഠിച്ചിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതായത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക, എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്, അതുപോലെ തന്നെ എന്താണ് എക്സ്റ്റിങ്ക്റ്റ് ഡേറ്റ നോട്ട് സഫീഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും
അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും കൃത്യമായിട്ട് ജീവജാലങ്ങളുടെ സംരക്ഷണം, അതായത് IUCN കാറ്റഗറൈസേഷൻ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ഇവയുടെയൊക്കെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ നടത്തുക. എന്തിനു വേണ്ടിയിട്ട്? ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെയർ ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസിന്റെ കച്ചവടം, ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടത്തിനെ നിരോധിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് കൊണ്ടുവരുകയും അല്ലെങ്കിൽ IUCN പോലുള്ള സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് ആണ്. ഒന്ന് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. According to the Act, the term wildlife includes any animal, bees, butterflies, crustacea, fish, moth, and aquatic and land vegetation which forms any part of habitat. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവയുടെ എന്താണ് ആനിമൽസോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈസോ പൂമ്പാറ്റകളോ ഏത് തരത്തിലുള്ള ജീവജാലങ്ങളെയുമാണ് വൈൽഡ് ലൈഫ് ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ പറയാം ഹാബിറ്റാറ്റ്. It includes land, water, and or vegetation which is natural home or any wild animal. ഉദാഹരണം ഒരു ജീവജാലം, ഉദാഹരണം ഒരു റെപ്റ്റൈൽ, ഒരു മുതലയുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ പുഴകൾ തന്നെ ആയിരിക്കാം. അത്തരത്തിലുള്ള, അല്ലെങ്കിൽ കടുവയുടെ ഒരു ഡെസിഡ്വസ് ഫോറസ്റ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഹത്തിന്റെ എന്താണ് അത്തരത്തിലുള്ള കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു വനം ഭൂമി തന്നെ ആയിരിക്കാം. അവയൊക്കെ തന്നെ അവർക്ക് നാച്ചുറലായിട്ട് ജനിക്കുകയും അവരുടെ ജീവിതം നിലനിർത്താൻ പറ്റുന്ന സംവിധാനങ്ങളുമുള്ള ഒരു സാഹചര്യമാണ് എന്തെന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഹണ്ടിങ് അക്കോർഡിംഗ് ടു ദ ആക്ട് മീൻസ് ടു ക്യാപ്ചർ, കിൽ ഓർ പോയിസൺ, ഷെയർ ഓർ ട്രാപ്പ് any wildlife animal or trying to do so, to ensure, destroy or take away any part of the body of such animal and damaging and disturbing the eggs or nest of wildlife birds and reptiles. അതായത് ഒരു ജീവജാലങ്ങൾ, ബേസിക്കലി നമ്മൾ ഇതിനെ ഒരു ഹണ്ടിങ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിനൊരു മീനിങ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ദ ചേസിങ് ആൻഡ് കില്ലിംഗ് ഓഫ് വൈൽഡ് ആനിമൽസ്. അതായത് ചേസിങ് ആൻഡ് കില്ലിംഗ് ഓഫ് വൈൽഡ് ആനിമൽസ്. എന്തിനു വേണ്ടിയിട്ട്? ആഹാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിനോദത്തിന് വേണ്ടിയിട്ടോ ഇതിനെ ഓടിക്കുകയും അവയെ കൊല്ലുകയും ചെയ്യുന്ന, ഒരു വിനോദത്തിന് വേണ്ടിയിട്ടോ ഭക്ഷണത്തിന് വേണ്ടിയോ ചെയ്യുന്ന ഏതൊരു കൾപ്പബിൾ ആക്ടും എന്താണ്? ഹണ്ടിങ് എന്ന് തന്നെയാണ് പറയാം. ഇതിന് വേണമെങ്കിൽ എങ്ങനെ കൊല്ലുന്നതാവാം, അല്ലെങ്കിൽ വിഷം കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ അവയെ ട്രാപ്പ് ഇട്ട് പിടിക്കുന്നതാവാം, അവയെ ഏതെങ്കിലും തരത്തിൽ മുറിപ്പെടുത്തുന്നതോ അവയുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടുകൾ കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ അവയുടെ മുട്ടകളെയോ അല്ലെങ്കിൽ അവയുടെ കൂടിനെയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഹണ്ടിങ് ആയിട്ടാണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് ചെയ്യുന്നത്? Under Section 8 of the Act, the duties of Wildlife Advisory Board are to advise the state government about the selection of areas to be declared as sanctuaries, national park, game reserves, and closed areas, the formulation of policy for protection and conservation of wildlife, the measures to be taken for harmonizing the protection and conservation of wildlife within the needs of tribal and other forest dwellers, any other matter or duty entrusted to it by the state government. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏരിയാസിനെ സാങ്ച്വറി ആയിട്ടോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിട്ടോ കൊണ്ടുവരാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റിനെ ഉപദേശിക്കുക എന്നതാണ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിന്റെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്. രണ്ട്, ഈ വൈൽഡ് ലൈഫിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നതും വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിന്റെ ഉദ്ദേശമാണ്. മൂന്ന്, the measures to be taken for harmonizing the protection and conservation of wildlife with the needs of tribals and other forest dwellers. അതായത് വനത്തിന്റെ അവകാശികളായിട്ടുള്ള അല്ലെങ്കിൽ വനഭൂമിയിൽ ജീവിക്കുന്ന ആദിവാസികളുടെയും അവിടുത്തെ ജീവജാലങ്ങളുടെയും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ലൈഫിന് വേണ്ട സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അതും വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. എനി അതർ മാറ്റർ ഓർ ഡ്യൂട്ടി എൻട്രസ്റ്റഡ് ടു ഇറ്റ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന മറ്റ് ഏത് തരത്തിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുക ആണ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 ജോലികളാണ്. ഒന്ന്, സാങ്ച്വറീസ് ഉണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെ പറ്റി സംസ്ഥാന ഗവൺമെന്റിനെ ഉപദേശിക്കുക. 2, ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെയോ മറ്റ് പ്ലാന്റുകളുടെയോ സംരക്ഷണത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. 3, ജീവജാലങ്ങളുടെയും ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് അല്ലെങ്കിൽ ആദിവാസികളുടെയും ജീവിതത്തിനെ പരസ്പരം ഹാർമോണൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന തലത്തിൽ വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുക.
ഇതും എന്താണ് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ്. അടുത്തത് ഡിക്ലറേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി sanctuary and restriction on entry. Under section 18 of the act, if the state government considers any area of adequate ecological, floral, faunal, geomorphological, natural or zoological significance, then it may declare such an area as a sanctuary by notification for the purpose of protecting, propagating or developing wildlife therein of environment. അതായത് വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ, പർട്ടിക്കുലർ ഏരിയ ഇതിനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ കൊടുക്കുകയാണെങ്കിൽ സെക്ഷൻ 80 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് എന്ത് ചെയ്യാം, അതിനെ ഒരു സാങ്ച്വറി ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ഏരിയ ആയിട്ടോ ഇവയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവയെ എന്താണ് സാങ്ച്വറി ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരം ആർക്ക് നൽകിയിട്ടുണ്ട്? ഈ ഒരു സംവിധാനത്തിന് നൽകിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 27 ഓഫ് ദിസ് ആക്ട്, നോ പേഴ്സൺ അതർ ദാൻ എ പബ്ലിക് സർവന്റ് ഓൺ ഡ്യൂട്ടി, a person permitted by chief wildlife warden, a person passing through the sanctuary along the public highway, a person who has any right over immovable property within the limits of sanctuary, തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് the dependents of the person referred in the above clauses shall enter or reside in the sanctuary. അതായത് സാങ്ച്വറി അത്തരത്തിൽ സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കടന്നു ചെല്ലാൻ അവകാശമുള്ള ചില ആളുകളാണ് ഒന്ന് എന്ന് പറയുന്നത് പബ്ലിക് സർവന്റ് ഓൺ ഡ്യൂട്ടി, ഒരു ഫോറസ്റ്റ് വാർഡന്, അതായത് ഡ്യൂട്ടിയിലുള്ള ഒരു വാർഡന് ഉള്ളിൽ കടക്കാം. 2, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓതറൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അതിൽ കടക്കാം. അതുപോലെ തന്നെ എന്താണ്, ഒരു പബ്ലിക് ഹൈവേ അതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിലുള്ള യാത്രക്കാർക്ക് പാസ് എടുത്തുകൊണ്ട് അതുവഴി യാത്ര ചെയ്യാം. 4, എ പേഴ്സൺ ഹു ഹാസ് റൈറ്റ് ഓവർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതായത് സാങ്ച്വറിക്കകത്ത് എവിടെയെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ റൈറ്റ് ഉള്ള ഉടമസ്ഥനായിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, ഇതിലൂടെ കടന്നു പോകാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശികൾക്കും കടന്നു പോകാം. അല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സാങ്ച്വറിയിലൂടെ കടന്നു പോകാൻ പറ്റില്ല. ഡിക്ലറേഷൻ ഓഫ് പാർക്സ് ആൻഡ് ക്ലോസ്ഡ് ഏരിയ അണ്ടർ സെക്ഷൻ 35, if the state government feels any area is of adequate ecological, floral, faunal, geomorphological, zoological importance, then it may be notification declare such an area as national park for the purpose of protecting, propagating or developing wildlife therein or environment. Under section 37, the state government may by notification declare any areas closed to hunting for specific period. No hunting of any animals shall be permitted in any such closed area. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലോസ്ഡ് ഏരിയാസിൽ ഇവയെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഇവയെ എന്ത് ചെയ്യാനുണ്ട്, ഇവയെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഇവയെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇവയെ ഏതെങ്കിലും തരത്തിൽ കൊല്ലുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടുവാനോ ഉള്ള അവകാശമില്ല. പ്രധാനമായിട്ടും സെക്ഷൻ 35, സെക്ഷൻ 37 ഇത് രണ്ടും ഓർത്ത് വയ്ക്കാം. അതായത് സെക്ഷൻ 37-ൽ എന്ത് ചെയ്യാറുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗത്തിനെ നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നു. സെക്ഷൻ 37-ൽ ഒരു തരത്തിലുമുള്ള ഹണ്ടിങ് അനുവദിക്കാത്ത ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ എന്താണ് സെക്ഷൻ 18, സെക്ഷൻ 27 ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സെക്ഷൻ 9 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അണ്ടർ സെക്ഷൻ 9, no person shall hunt any wild animal except as provided under section 11 and 12 of this act. Under section 11 of this act, hunting of wildlife is permitted in following cases. If the chief wildlife warden is satisfied that any wild animal has become dangerous to human life or is disabled or deceased beyond recovery, then he may, or by order in his writing and stating the reason of thereof, permit any person to hunt such an animal. അതായത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യജീവന്റെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് ഡേഞ്ചറസ് ആണ് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പൂർണ്ണമായ ബോധ്യമുണ്ടായാൽ അതിനെ വേട്ടയാടാനുള്ള അവകാശം കൊടുക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുണ്ട്. കില്ലിംഗ് ഓർ വൂണ്ടിങ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓഫ് എനി ആനിമൽ ഇൻ സെൽഫ് ഡിഫെൻസ് ഓർ ഡിഫെൻസ് ഓഫ് എനി അതർ പേഴ്സൺ ഷാൾ നോട്ട് ബി ആൻ ഒഫൻസ്. അതായത് പൂർണ്ണമായിട്ടും എന്താണ് പ്രൈവറ്റ് ഡിഫെൻസിന് വേണ്ടി, അതായത് ഒരു വ്യക്തിയെ ഒരു മൃഗം ആക്രമിക്കുകയും ആ മൃഗം ആക്രമിച്ച് അയാളുടെയോ അയാളുടെ കുടുംബത്തിനെയോ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ മരണത്തിനുള്ള കാരണമായേക്കാവുന്ന ഒരു വൈൽഡ് ലൈഫ് അറ്റാക്കിൽ നിന്നും അയാളെയോ അയാളുടെ കുടുംബത്തെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഡിഫെൻസിന് വേണ്ടി കൊല്ലുകയാണെങ്കിൽ അയാളെയും കുറ്റാരോപിതനാക്കില്ല. എനി വൈൽഡ് animal
killed or wounded in defense of any person shall be the government property. Any wild animal killed or wounded in defense of any person shall be the government body. അതായത് ഇത്തരത്തിൽ കൊല്ലപ്പെട്ട ഒരു ജീവജാലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ പേഴ്സൺ എ അയാളുടെയോ അല്ലെങ്കിൽ പേഴ്സൺ എ ഒരു മൃഗത്തിനെ, ഒരു ടൈഗറിനെ അയാൾ കൊല്ലേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു ആനയെ അയാൾക്ക് കൊല്ലേണ്ടി വന്നു. കാരണം എന്തിനു വേണ്ടിയിട്ട്? പ്രൈവറ്റ് ഡിഫൻസിന് വേണ്ടിയിട്ട്. അത്തരത്തിൽ കൊല്ലുമ്പോൾ എന്ത് ചെയ്യുക? ഇയാളെ ഒരു വേട്ടയാടൽ എന്ന രീതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്യില്ല, പക്ഷെ അല്ലെങ്കിൽ കുറ്റാരോപിതനാക്കില്ല. പക്ഷെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട മൃഗം എന്തു തന്നെ ആയിക്കോട്ടെ, ടൈഗർ ആയിക്കോട്ടെ, ഏത് മൃഗം ആയിക്കോട്ടെ, ദാറ്റ് ഷാൽ ബി ഗവൺമെന്റ് പ്രോപ്പർട്ടി. അല്ലാതെ ഞാൻ കൊന്നതായതുകൊണ്ട് എനിക്കാണ് അതിന്റെ തോലെടുക്കാനുള്ള അവകാശമുണ്ട്, പല്ലെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല. പകരം അതെന്താണ്? അത് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി തന്നെയാണ്. പ്രൊഹിബിഷൻ ഓഫ് ഡീലിംഗ് ഇൻ ആനിമൽ ആർട്ടിക്കിൾസ് വിത്തൗട്ട് ലൈസൻസ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 44 ഓഫ് ദിസ് ആക്ട്, no person shall accept under in accordance with a license carry out business as manufacturer or dealer in animal articles. ആനിമൽ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രേഡ് നടത്താനുള്ള അവകാശം ആർക്കാണ്? അയാൾക്ക്, അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമാണ്. ഡീലർ ഇൻ ട്രോഫി, rugs, skins, specimen or animal mounted in whole or in part, or captive animal or meat. അതായത് എവിടെ വേണമെങ്കിലും എന്താണ് ഈ ഒരു സംവിധാനം, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇവയുടെ തോലോ അല്ലെങ്കിൽ ഇവയുടെ രോമങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടോ കൊമ്പായിട്ടോ ഒന്ന് ഡീൽ ചെയ്യാനുള്ള അവകാശം എന്താണ്? സ്പെസിഫിക്കലി ലൈസൻസ് ഉണ്ടായിരിക്കണം. ടാക്സിഡെർമിസ്റ്റ്, ക്യൂറിംഗ്, പ്രിപ്പറേഷൻ ഓഫ് പ്രിസർവേഷൻ ഓഫ് ട്രോഫീസ്. കുക്ക് ഓർ സെർവ് മീറ്റ് ഇൻ എനി ഈറ്റിംഗ് ഹൗസ്, ഡിറൈവ്, കളക്ട്, പ്രിപ്പയർ ഓർ ഡീൽ ഇൻ സ്നേക്ക് വെനം. അതായത് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് പാമ്പിൻ വിഷം കളക്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഒരു കൊമോഡിറ്റിയുടെ കളക്ഷൻ ആണെങ്കിലും അവയുടെ ക്യൂറിംഗ് ആണെങ്കിലും ഇറ്റ് ഈസ് റിക്വയർഡ് എ സോർട്ട് ഓഫ് ലൈസൻസ് ഫ്രം ദ ഗവൺമെന്റ്. ഇത്തരത്തിലാണ് എന്ത് പറയുന്നത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള ഒരു ആക്ട് ആണ് Forest Conservation Act 1980. Although India had a Forest Act in 1927, forest-related legislations after independence came about as late as 1980s. With Forest Conservation Act 1980, the act was enacted with a view to conserve forest and to check indiscriminate dereservation and diversion of forest land to non-forest purpose. Under this act, prior approval of central government is required before any reserved forest is declared as de-reserved. A forest land is diverted to non-forest purposes. അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അതായത് വനസംരക്ഷണ നിയമം 1980. 1927 മുതൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ് മുതൽ നമുക്ക് എന്തുണ്ട്? ഒരു ഫോറസ്റ്റ് ആക്ട് നമുക്ക് നിലവിലുണ്ട്. എന്നാൽ വ്യക്തമായിട്ടുള്ള ഒരു ഡീ റിസർവേഷന് വേണ്ടിയിട്ടും റിസർവേഷന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നത് 1980 തന്നെയായിരുന്നു. ദാറ്റ് ഈസ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് ആൻഡ് കൺസർവ് ദ ഫോറസ്റ്റ്, ടു എൻഷുവർ ജുഡീഷ്യസ് യൂസ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ഏതാണ്? എന്താ ഒരു വനവും വന ഉൽപ്പന്നങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും, അതായത് ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഉപയോഗ ക്രമത്തിന് വേണ്ടിയിട്ടുമാണ് എന്തുപയോഗിക്കുന്നത്? ഈ ആക്ട് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ടേംസ് ഇൻ ദി ആക്ട്. ഒന്ന് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. എന്താണ് ഫോറസ്റ്റ്? അക്കോർഡിംഗ് ടു ദിസ് ആക്ട് മീൻസ് എ ബയോട്ടിക് കമ്മ്യൂണിറ്റി കമ്പോസ്ഡ് പ്രിഡോമിനന്റ്ലി ഓഫ് ട്രീസ്, shrubs and woody climbers. അതായത് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റി, ജൈവികമായിട്ടുള്ള ഒരു സംവിധാനത്തില് അവയെ ഒരു മരങ്ങളുടെയോ അല്ലെങ്കിൽ ചെടികളുടെയോ സസ്യങ്ങളുടെയോ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഫോറസ്റ്റ് എന്ന് വിളിക്കുക. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ആക്ട് ഇൻക്ലൂഡ്സ് ടിംബർ, വുഡ്, ബാർക്ക്, ചാർക്കോൾ, ഓയിൽ, റെസിൻ, നാച്ചുറൽ വാർണിഷ്, ലാക്ക്, മഹുവ സീഡ്സ് എക്സെട്ര. അതെല്ലാം തന്നെ എന്താണ്? ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇവയിലുള്ള അധികാരം എന്താണ്? അണ്ടർ സെക്ഷൻ 5 ഓഫ് ദ ഫോറസ്റ്റ് ആക്ട്, ഫോറസ്റ്റ് ഓഫീസേഴ്സ് വിത്ത് പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് may stop any public or private way or water course in reserved forest provided that an alternative way or water course already exists or has been provided or constructed. എന്ത് ചെയ്യാം? ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സെക്ഷൻ 5 പ്രകാരം ഫോറസ്റ്റ് ഓഫീസേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് വേ അല്ലെങ്കിൽ സ്വകാര്യ പൊതുവഴികളും
ഏതെങ്കിലും തരത്തിലുള്ള വെള്ളത്തിന്റെ ഒഴുക്കും ഒക്കെയും നിയന്ത്രിക്കാനോ സ്റ്റോപ്പ് ചെയ്യാനോ പറ്റും. എങ്ങനെ? they have to provide an alternative system. അതായത് ഫോർ എക്സാമ്പിൾ ഒരു വനത്തിലൂടെ ഒരു വഴി ഉണ്ടെന്ന് വിചാരിക്കാം. ആ വഴി വേണമെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് അടയ്ക്കാം ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി. പകരം എന്ത് ചെയ്യണം? ഈ വനത്തിലൂടെ അല്ലാത്ത ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം ആ വഴി അടയ്ക്കാം. അല്ലെങ്കിൽ വാട്ടർ ബോഡി വേണം ക്ലോസ് ചെയ്യാം. പകരം എന്ത് ചെയ്യാം? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇത്തരത്തിലുള്ള ഒരു വനം നിയന്ത്രണം സഹായിക്കുന്നതാണ് എന്ത് പറയുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് എന്ന് പറയുന്നത്. അണ്ടർ സെക്ഷൻ 29, the state government by notification in the official gazette may declare that the provisions of this act are applicable to such forest or wasteland not included in reserve forest but which is property of state government or the whole part of forest produce, the forest or wasteland so satisfied shall be called as protected forest. അതായത് ആർട്ടിക്കിൾ സെക്ഷൻ 29 പറയുന്നു എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ കൊടുത്തതിന് ശേഷം ഏതൊരു വേസ്റ്റ് ലാൻഡോ അല്ലെങ്കിൽ ഏതൊരു തണ്ണീർത്തടങ്ങളോ ഒരു പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. സെക്ഷൻ 3(2) the state government is empowered to make rules for protected forest to regulate. ഒന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? കട്ടിംഗ് ആൻഡ് സോവിങ്, കൺസർവേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ട്രീസ് ആൻഡ് റിമൂവൽ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഫ്രം ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അതായത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ നിന്ന് വനം അല്ലെങ്കിൽ മരങ്ങൾ മുറിക്കുന്നതിനോ അല്ലെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനോ നിയന്ത്രണം ഏർപ്പെടുത്താം. അവിടെ പുല്ല് വെട്ടുന്നതിനോ അല്ലെങ്കിൽ മൃഗങ്ങളെ മേയാൻ വിടുന്നതിനോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ഏതെങ്കിലും തരത്തിലുള്ള ഹണ്ടിങ്, ഷൂട്ടിംഗ്, ഫിഷിംഗ് തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ പറ്റും. ലൈസൻസ് ടു ഇൻഹെബിറ്റൻസ് ലിവിംഗ് ഇൻ ദി വിസിനിറ്റി ടു ടേക്ക് ടിംബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഫോർ ദെയർ ഓൺ യൂസ്. അതായത് ഒരു വിഭാഗത്തിൽ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഒരു പർട്ടിക്കുലർ ഏരിയാസിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു ഒഫീഷ്യൽ ഗസറ്റ് പ്രകാരം കൊണ്ടുവരാൻ സാധിക്കും. ഒഫീഷ്യൽ ഗസറ്റ് വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ട്രീസ് കട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുപോലെ തന്നെ എന്താണ്? അവിടെയുള്ള പുല്ല് വെട്ടാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ അവിടുത്തെ മൃഗങ്ങളെ എന്ത് ചെയ്യാം? അവിടെ മേയാൻ വിടാനുള്ള അധികാരവും ആർക്കുമില്ല. ഇൻ കേസ് അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിറകിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ ആ കാട്ടിൽ നിന്ന് എടുക്കുന്നതിനും തെറ്റുമില്ല. എന്നാൽ അവ ഏതെങ്കിലും തരത്തിൽ പുറത്തു കൊണ്ട് വിൽക്കുവാനോ ഏതെങ്കിലും ഒരു സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയത്തിന് കാരണമാകുവാനോ പാടില്ല. Granting of license to persons and the payment to be made for felling or removing trees or timber and other forest produce for trade purposes. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രേഡ് പർപ്പസ്, നമ്മൾ കേട്ടിട്ടില്ലേ, കൂപ്പ് ലേലത്തിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അത്തരത്തിലുള്ള മരങ്ങൾ വെട്ടി വിൽക്കുവാൻ പർട്ടിക്കുലർ ആളുകളെ ഓതറൈസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. ഇൻസ്പെക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് പാസിംഗ് ഔട്ട് ഫ്രം ദീസ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഫോറസ്റ്റ്. അവയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഏതൊരു വാഹനവും ചെക്ക് ചെയ്യാനും അവയെ എന്ത് ചെയ്യാൻ, അവയെ അന്വേഷിക്കുവാനും അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം എന്തുണ്ട്? സ്റ്റേറ്റിനുണ്ട്. ക്ലിയറിംഗ് ആൻഡ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് ഫോർ അതർ പർപ്പസ് ഇൻ സച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. പ്രൊട്ടക്ഷൻ ഫ്രം ഫയർ ഓഫ് ടിംബർ ലൈങ് ഇൻ ദിസ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. അതായത് ഇത്തരത്തിലുള്ള കാട്ടുതീ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ ചെയ്യാൻ. ഫോർ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഒഫീഷ്യൽ ഗസറ്റിന്റെ നോട്ടിഫിക്കേഷന്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഇൻ കേസ് അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയി മാറിയാൽ അവിടെ എന്താണ്? മരങ്ങൾ വെട്ടാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ എന്താണ്? മൃഗങ്ങളെ മേയ്ക്കാനുള്ള അവകാശമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വേട്ടയാടുകൾ, ഹണ്ടിങ്ങിന് അനുവാദം ഉണ്ടായിരിക്കില്ല. അവിടെ സ്ഥിരം താമസമായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവനോപാധിക്ക് ആവശ്യമായിട്ടുള്ള വിറകുകൾ എടുക്കുവാനും മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുവാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പുറത്തു കൊണ്ട് വിൽക്കുവാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ എന്താണ്? മരങ്ങൾ വെട്ടുന്നതിന് വേണ്ടിയിട്ടും ഒരു പ്രത്യേക ലൈസൻസുകൾ ഏർപ്പെടുത്താനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉണ്ടാവും. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് പുറത്തേക്ക് പോകുന്ന ഏതൊരു വാഹനവും എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇത്തരത്തിലുള്ള മരങ്ങളെ അല്ലെങ്കിൽ കാട്ടുതീയിൽ നിന്നും സംരക്ഷിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുക്കാനുള്ള അവകാശവും സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. Under section 30 of this act, the state government by notification in the official gazette may declare any tree or trees as reserved in protected forest. അതായത് ഇവിടെ എന്ത് ചെയ്യാം? ഏതൊരു മരത്തിനെയും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിൽ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതൊരു മരത്തിനെയും സംരക്ഷിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. Prohibit the quarrying of stones or burning of lime or charcoal or collection of removal or any forest produce
ഇൻ ദ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ഈ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ കരി എടുക്കുകയോ അല്ലെങ്കിൽ മരം വെട്ടുകയോ ലൈം അല്ലെങ്കിൽ ചുണ്ണാമ്പ് പോലുള്ള സംവിധാനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കരിങ്കല്ല് ക്വാറികൾ പൊട്ടിക്കുകയോ ചെയ്യാതിരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അത് തടയാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒന്ന് എന്താണ്, ഇവിടെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിലെ മരങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം. രണ്ട്, അവിടുത്തെ ബാക്കിയുള്ള ഒരു ടെറൈൻ സംരക്ഷിക്കാനുള്ള അവകാശം, അതായത് പാറ പൊട്ടിക്കാതിരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ലൈം ചാർക്കോൾ കളക്ഷൻ ഒഴിവാക്കാനുള്ള അധികാരം, ഏതെങ്കിലും തരത്തിലുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്നും തടയാനുള്ള അധികാരവും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് അണ്ടർ സെക്ഷൻ 30 ഓഫ് ദിസ് ആക്ട്. 35ാമത്തെ ആക്ട് സെക്ഷൻ പറയുന്നു, the state government by notification in the official gazette may prohibit the following in any forest or wasteland. ഒന്ന്, pasturing of cattle, clearing the vegetation, breaking up of clearing the land for cultivation. അതായത് ഇവിടെ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളെ മേയ്ക്കാതിരിക്കാനുള്ള അധികാരവും അവകാശവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റേഷൻസ് ക്ലിയർ ചെയ്യാതിരിക്കാനുള്ള അധികാരവും സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. When necessary for the preservation of soil, maintenance of water supply in rivers, spring and tanks, protection against storm, winds, floods and avalanches, protection of roads, railway, bridges and lines of communication, and preservation of public health. ഇത്തരത്തിലുള്ള സംവിധാനം പലപ്പോഴും ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടോ വാട്ടർ സപ്ലൈയുടെ ക്വാളിറ്റിയെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ചാനൽസ് സംരക്ഷിക്കുവാനോ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെക്ഷൻസ് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇഷ്യൂസ് ഇൻവോൾവ് ഇൻ എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ. പ്രധാനമായിട്ടും വേണമെങ്കിൽ ദ എൻവയോൺമെന്റൽ ഇഷ്യൂ ഇൻ ഇന്ത്യ ലുക്സ് ഗ്ലൂമി ഡെസ്പൈറ്റ് സോ മെനി ലെജിസ്ലേഷൻസ് ആൻഡ് ആക്ട്സ്. The rivers and lakes continues to be choked with industrial waste. Air in many cities of India is heavily polluted. Deforestation takes place quite normally. The protection of wildlife is not carried out in true spirit. Once the legislation is made at the global, national and state level, it has to be implemented. For environmental legislation to be successfully implemented, there has to be an effective agency to collect relevant data. പ്രധാനമായിട്ടും എന്താണ്, നമ്മൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടും പലപ്പോഴും നമ്മുടെ വേണ്ടത്ര എഫക്റ്റീവായിട്ട് ഇവയൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു പ്രധാനമായിട്ടുള്ള ചില ഇഷ്യൂസ് ആണ്. ഒന്ന്, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. രണ്ട്, പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും ഒന്ന് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെക്കാനിസം ദാറ്റ് പ്രൊസീജിയേഴ്സ് by which possible danger to environment can be mitigated. It implies that the prevention is better than cure. Indian Supreme Court from 1996 accepted the precautionary principle as part of law of the land. From this year onwards, most of the environmental cases are decided by applying precautionary principle. പലപ്പോഴും എന്താണ്, ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താണ് ഇവിടെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് we learn from that particular thing. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ എങ്ങനെ വാട്ടർ മാനേജ്മെന്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് പല കാര്യങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മുൻകരുതൽ എന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പലപ്പോഴും എന്ത് ചെയ്യാം, പല നാശീകരണത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നു. രണ്ട്, പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ. ദ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ ഇസ് ദ കോമൺലി അക്സെപ്റ്റഡ് പ്രാക്ടീസ് ദാറ്റ് ദോസ് ഹു പ്രൊഡ്യൂസ് പൊല്യൂഷൻ ഷുഡ് ബിയർ ദ കോസ്റ്റ് ഓഫ് മാനേജിങ് ഇറ്റ്. അപ്പൊ അതായത് പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈൻസ് ഒക്കെ ഈടാക്കാറുണ്ട്. അതായത് വീടുകളിൽ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻ ഈടാക്കുന്നുണ്ട് അപ് ടു 10,000 rupees, 10,000 രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട്. എന്തിനാണ് ഫൈൻ ഈടാക്കുന്നത്? ആരെങ്കിലും ഒരാൾ ഇതിന് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളിൽ നിന്ന് തന്നെ പണം ഈടാക്കുന്ന ഒരു പ്രോസസ്സാണ് പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മൂന്ന്, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ. Environmental planning and management is hindered if the public, NGO or even official bodies are unable to get information. Many countries have now begun to release more information. Freedom of information laws allows access to general public to held data by national government. The established right to know legal process by which request made by the state government or state or central government respectively. അതായത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? We need to have the people participation. അതായത് പീപ്പിൾ ഫ്രണ്ട്ലി അല്ലെ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ we cannot move forward with this. People participation എങ്ങനെ എൻഷുർ ചെയ്യാം? We have to entrust
we have to equip them with information. അപ്പൊ ആ ഇൻഫോർമേഷൻ എങ്ങനെയാണ് കളക്ട് ചെയ്യാം? പലപ്പോഴും എന്താണ് ക്രോസ് ബൗണ്ടറി ഇൻഫോർമേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സാഹചര്യങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബട്ട് നൗ a days the governments of various governments or international bodies like or NGOs, they try to liberally send data across the globe. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് അവർക്ക് അവരുടേതായ ഇൻഫർമേഷൻ കിട്ടും. സോ ദേ വിൽ ഗെറ്റ് equipped to counter any pollution activities. Next one is sustainable development. ഫൈനൽ ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആണ്. The sustainable development goals are those which fulfill the present needs of the mankind without curtailing the needs of future generation. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇന്നുകളെ നമുക്ക് ത്യജിക്കാം മറ്റുള്ള നാളുകൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയാറുണ്ട്. So sustainable development are those which fulfill the present needs of the mankind without curtailing the needs of future generation. അതായത് നമ്മൾ ഇന്നത്തെ ആവശ്യങ്ങൾ നിവർത്തിക്കുകയും എന്നാൽ ഫ്യൂച്ചർ ആൾക്കാരുടെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന്റെ ആവശ്യങ്ങൾ നമ്മൾ തടഞ്ഞു വെക്കാതിരിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് എന്ന് വിളിക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് നോക്കാം. Basic needs of life should be available to all human beings. Consumption of natural resources should be utility based. Economic growth should be made within safeguard limits. Ecological process should continue unabated. The development and maintenance of environment should run simultaneously. Regional imbalance in conservation of nature should be minimized and removed. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ആവശ്യമാണ്. നമ്മളുടെ റിസോഴ്സുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമ്മളുടെ നീഡ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ the basic fundamental is something else. We should not compromise for your present need but you should not curtail the needs of future generation. അതായത് ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾക്ക് കട്ടിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭാവിയിലെ ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന്റെ നീഡ്സിനെയും നിങ്ങൾക്ക് കട്ടിൽ ചെയ്യാനുള്ള അധികാരമില്ല. This is the basic fundamental behind sustainable development. It is enshrined by this came up with this idea propagated by United Nations. United Nations and sustainable goal പ്രധാനമായിട്ടും ഏകദേശം ഇത്രയും അധികമായിട്ടുള്ള കുറച്ച് കാര്യം: നോ പോവർട്ടി, സീറോ ഹങ്കർ, good health, well-being, quality education, gender equality, clean water, partnership for goods and everything. അതായത് ഇന്നത്തെ ഒരു മനുഷ്യ ജീവിത സാഹചര്യങ്ങളെ സാധ്യമാക്കുന്ന ഈ നാളെകളെ കോംപ്രമൈസ് ചെയ്യാതെ ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ആവശ്യങ്ങളെല്ലാം തന്നെ നിവർത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതിനുശേഷം ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഔട്ട് ഓഫ് this particular topic. So I hope it will be beneficial for you guys. Have a great day.